അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പേച്ചിപ്പാറ ഡാം ഒന്ന് കണ്ടേച്ച് വരാം. തമിഴ്നാട്ടിലാണ് പേച്ചിപ്പാറ ഡാം. പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. കന്യാകുമാരി കൊടുത്ത് പാലക്കാട് വാങ്ങിയപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ ഭാഗമായി മാറി. തിരുവനന്തപുരത്ത് വെള്ളറട നെട്ട വഴി നമുക്ക് പേച്ചിപ്പാറ ഡാമിലെത്താം. അല്ലാതെ നമുക്ക് കളിയിക്കാവുള്ള വഴി ചെന്നിട്ട് അവിടെ നിന്നും പേച്ചിപ്പാറ ഡാം എത്താം. പിന്നെ നമ്മൾ ശരിക്കും ഒരു യാത്ര പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ശരിക്കും നമ്മൾ വെള്ളറട വന്നിട്ട് നെട്ട എന്ന സ്ഥലം വഴി തൃപ്പരപ്പ് വഴി അതുവഴിയൊക്കെ നമുക്ക് പാസ് ചെയ്ത് കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നതാണ് കുറച്ചുകൂടെ ലാഭവും കാഴ്ചകൾക്ക് ഭംഗിയും. അപ്പോൾ പേച്ചിപ്പാറ ഡാമിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ ശരിക്കും ചെയ്യേണ്ടത് വെള്ളറട വന്നിട്ട് നെട്ട വഴി ശരിക്കും അതൊക്കെ ആസ്വദിച്ച് വരണം. നെട്ടയുടെ വ്ളോഗ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പേച്ചിപ്പാറ ഡാമിലാണ്. അപ്പോൾ പേച്ചിപ്പാറ ഡാമിലെ വിശേഷങ്ങളാണ് ഇന്ന്. അവിടുത്തെ നാട്ടുകാർ, അവിടുത്തെ ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നമ്മളിത് ചെറുതെന്ന് പറഞ്ഞാലും ആദ്യം കാണുമ്പോൾ വലിയ ആഴത്തിൽ തിരക്കൊന്നും കാണില്ല. ക്രമേണ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ബസ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ് ട്രിവാൻഡ്രത്തേക്ക് ബസ്സുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പേച്ചിപ്പാറയ്ക്കും പേച്ചിപ്പാറയിൽ നിന്ന് തിരുവനന്തപുരത്തും തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സുണ്ട്. ഇടയ്ക്കൊരു നമ്മുടെ KSRTC ബസ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബസ് ടൈമിങ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മുകളിൽ കയറി ഇതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് കണ്ട് കേട്ട് എല്ലാം കണ്ട് പിന്നെ പിള്ളേരെ മീൻപിടുത്തം എല്ലാം ശരിക്കും പറഞ്ഞാൽ രസമാണ്. ഒരു നഷ്ടമില്ലാത്തൊരു യാത്രയാണ്. അപ്പോൾ നമുക്ക് ആ യാത്ര ആസ്വദിക്കാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? പേച്ചിപ്പാറ. ഇത് പേച്ചിപ്പാറ ഡാമാണല്ലേ? ഓ. കാർ പാർക്കിങ്ങിന് 25 രൂപ പാസ് ഫീ ഉണ്ട്. അപ്പോൾ 25 രൂപ ആ ചേട്ടനെ ഏൽപ്പിക്കുക. വിസിറ്റേഴ്സ് വഴി നേരെ മുകളിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ പ്രൊട്ടക്റ്റീവ് പേച്ചിപ്പാറ ഡാമായി. നോ ത്രോ ഫെയർ, പ്ലാസ്റ്റിക് നോട്ട് അലൗഡ്, അങ്ങനെയാണ് കഥ. അയ്യോ, അപ്പോൾ ഇതാണ് പേച്ചിപ്പാറ ഡാം. നമ്മളിവിടെ വഴി തൃപ്പരപ്പിൻ്റെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് പേച്ചിപ്പാറ വരണം. നെട്ട വഴി പിടിച്ചാൽ മതിയേ, പേച്ചിപ്പാറ എത്തും. ഉണ്ടോ 100 വർഷം പഴക്കമായി. സംഗതി തമിഴാണ്, ഇംഗ്ലീഷ് ഉണ്ടോ നോക്കാം. എന്താണ്? The Pechipara Dam and Kodayar irrigation project was initiated in 1895 and completed on 1906 during the reign of Maharaj of Travancore കാലത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംസ്ഥാനം രൂപീകൃതമാവുന്നതിന് മുൻ 1900 Alexander Minchin, chief engineer, who constructed Pechipara Dam 8/10/1868, died on 25/9/1913. ഇദ്ദേഹമാണ് ഇതിൻ്റെ ശില്പി. അപ്പോൾ പേച്ചിപ്പാറ ഡാമിൻ്റെ വിശേഷങ്ങളാണ് ഇതൊക്കെ. ചോദിക്കാൻ ദിസ് സ്റ്റോൺ is to commemorate the opening of the irrigation project Maharaj of Travancore during the administration of the following Shankara Subramania Iyer Square, CIE. Yes. എന്തിനുള്ളത്? ഇതെന്താണ് സംഭവം?
Oh, നമ്മുടെ മറ്റേ എഞ്ചിനീയർ. Oh, India, what he is now we know not. He will be a beautiful likeness of the God that gave him work to do, which he did so well. Underneath are the everlasting arms. അതായത് in memory of Humphrey Alexander Mission and ചീഫ് എഞ്ചിനീയർ ട്രാവൻകൂർ PWD കേട്ടാ. എവർലാസ്റ്റിങ് എന്ന് വെച്ചാൽ അവസാനിക്കാത്ത കൈകളിൽ കേട്ടാ. അണ്ടർനീത്ത് എവർലാസ്റ്റിംഗ് ആംസിൽ സമർപ്പിക്കുന്നു. യാ അപ്പോൾ തമിഴ്നാട്ടിലെ 0 പോയിൻ്റ് അഗ്രം തേടിയുള്ള യാത്രയായിരുന്നു. നമ്മളിങ്ങനെ എത്തി. പേച്ചിപ്പാറ ഡാമാണ് ഈ സാധനം. അതിൻ്റെ പൊക്കത്താണ് 0 പോയിൻ്റ്. അപ്പോൾ അതാണ് ഈ കൗതുകം. യാ എനിക്കറിയാവുന്നുള്ളതൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. വലിയ പിടിയിടുന്നില്ല. ഇച്ചിരി തമിഴ് ഇതും പിന്നെ വലിയ കാണാൻ കൊള്ളില്ല എന്നല്ല, വെള്ളം കുറവാണ്. കണ്ട പൊക്കത്ത്, അതായത് നമ്മുടെ ഭൂമിയുടെ ഏതാണ്ട് ഏറ്റവും നമ്മുടെ ഹയ്യസ്റ്റ് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെ പൊക്കത്തൊന്നും തോന്നില്ല. പക്ഷേ ആക്ച്വലി ഇതൊരു 0 പോയിൻ്റ് ആണ്. നമ്മളിപ്പോൾ ഏതാണ്ട് അങ്ങനെ പൊക്കത്താണ്. ജസ്റ്റ് നമ്മൾ നടന്നു വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. ഇത് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഡാമിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. ഇത് നേരെ വെച്ച് പിടിച്ചാൽ നെട്ടേ എത്തും. നെട്ട കണക്റ്റഡാണ്. പേച്ചിപ്പാറ ഡാം അതുവഴി കറങ്ങിയൊക്കെ പോയാലേ നമ്മുടെ പ്രശസ്തമായ നെട്ടയില്ലേ അവിടെ എത്തും. അപ്പോൾ ഇത് വെള്ളറട തമിഴ്നാട് ബോർഡറാണ്. വെള്ളറട എന്ന് വെച്ചാൽ നമ്മൾ കുരിശുമല, കാളിമല അതുവഴിയിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് നെട്ടയിൽ നിന്ന് ഇറങ്ങി തിരിഞ്ഞ് ഇങ്ങി എത്തുമ്പോൾ ഒരു 10 കിലോമീറ്ററിനകത്തുള്ള സംഭവമാണ് ഇതൊക്കെ. ഇതിൻ്റെ തൊട്ട് പുറകിലാണ് കുരിശുമലയും കാളിമലയും. അപ്പോൾ നമ്മൾ ഈ അമ്പാടി എസ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞാണ് നമ്മളിങ്ങനെ പറന്നെത്തിയത്. ഓൺ ദ വേ നമ്മളത് കണ്ടു. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്കും ട്രാവലേഴ്സിനൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. എന്തായാലും ബ്യൂട്ടിഫുൾ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ പേച്ചിപ്പാറ ഡാമിൽ 0 പോയിൻ്റ് എന്ന ആ ഡെസ്റ്റിനേഷനിലാണ്. ഈ പുറകെ കാണുന്നതാണ് ആ ഡാമിൻ്റെ ആ ഹയ്യസ്റ്റ് പീക്ക്. കൊള്ളാം അല്ലേ. ശരിക്കും നല്ല ഇച്ചിരി വെയിലായി പോട്ടെ. ഇപ്പം മണി 3:15. ഇച്ചിരി ഇവിടെ നമ്മൾ ആ ഒരു 5 മണിയൊക്കെ ആണെങ്കിൽ നല്ല ഫീലിംഗ് ആണ്. 6 മണി വരെ ഇതിൻ്റെ അകത്ത് പ്രവേശനമുള്ളൂ. എന്നാലും വെരി ഗുഡ്, ഒരു നല്ല ഗുഡ് ഫീലിംഗ് ആണ് പേച്ചിപ്പാറ ഡാം. പിന്നെ അതിൻ്റെ പ്രദേശങ്ങളൊക്കെ വലിയ വെള്ളം കുറവാണ്. ഇപ്പം വരൾച്ച കാലമല്ലേ, വെള്ളം കുറവാണ്. പിന്നെ ടൂറിസ്റ്റുകളും കുറവാണ്. ഒരു ഉറങ്ങിയ മട്ടാണ്. എല്ലാ വ്ളോഗിലും ഉള്ളതുപോലെ സ്ഥിരം നമ്മൾ ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഈ ഒരു ഐറ്റം ഇല്ലാതെ ഒരു വ്ളോഗില്ല. ഇത് ഊളൻ ലുക്കുണ്ട് കേട്ടോ. പാവം അവന് പെയ്യാൻ തോന്നുന്നു. പഴയ ആൾക്കാരെ ദീർഘവീക്ഷണം കൊണ്ടുണ്ടായ ഒരു ഡാം അല്ലയോ ഇത്. നമ്മുടെ മഹാരാജാവ്, തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി നിർമ്മിച്ചതാണ് ഈ സാധനം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ. പാർട്ടീഷൻ വന്നപ്പോഴല്ലേ. അങ്ങനെയാണ് ഈ തമിഴ്നാട്ടിൽ കേരളത്തിൻ്റെ ആയിരുന്നു. മറ്റേ നമ്മൾ വെച്ച് മാറിയല്ലോ. അതെ, പാലക്കാട് വാങ്ങിച്ചിട്ട് കന്യാകുമാരി തിരിച്ചു കൊടുത്തപ്പോൾ പറ്റിപ്പോയതാണ് ഇതൊക്കെ. അന്നത്തെ ആളുകളുടെ വിവരക്കേടിന് തലമുറ അനുഭവിക്കുന്നു. നമ്മൾ പേച്ചിപ്പാറയുടെ ഡാമിൻ്റെ ആ എൻട്രൻസൊക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ബീ കീപ്പിംഗ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് പ്ലാന്റേഷൻ ക്രോപ്സ് ഇതിനുള്ളിലാണ്. ഇതാണ് പേച്ചിപ്പാറ ഡാം. ഇതിൻ്റെ മുന്നിലെ കാഴ്ച.
ഇതേ കാണുന്നതൊരു ആലിൻ മൂട്ടില്ലേ, ബസ് സ്റ്റോപ്പും കടകളൊക്കെ ചേർന്ന ഒരു നല്ലൊരു ജംഗ്ഷൻ. ബസ് സ്റ്റോപ്പ് സാധാരണ നമ്മുടെ എന്താ ഒരു മീറ്റിംഗ് പോയിൻറ്റ് അല്ലേ. ഇത് ഡാമിൽ എന്ന് പറഞ്ഞ വെള്ളം അതിൻ്റെ കാഴ്ചയാണ്. ഞാൻ ഇവിടെ വെച്ച് പിടിക്കുന്നതെന്നറിയാമോ, അവിടെ ഒരു ഉടുമ്പിനെ കണ്ടേ, പക്ഷേ അത് നമ്മളെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. അപ്പോൾ ആ ഉടുമ്പിനെ ഒന്ന് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രദേശം കൂടെ കാണിക്കുന്നത്. നമ്മളെ കുസൃതി പിള്ളേർ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. വല്ലതും കിട്ടുമോ നോക്കാം. വല്ലതും കിട്ടിയാ മക്കളെ? കിട്ടിയാ വല്ലതും? പിടിച്ചോട്ടാൻ കാണിക്കോ? തുമ്പിയുണ്ടോ? നല്ല റോസ് തുമ്പിയൊക്കെ പറക്കുന്നുണ്ട്, കണ്ടുകൂടാ. പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ച് പൈസ കിട്ടിയോടെ കുറച്ചും കൂടെ ക്ലാരിറ്റിയുള്ള ക്യാമറ വാങ്ങാനേ. അതേണ്ട നമ്മളെ പിള്ളേർ മീൻ പിടിച്ചോണ്ട് വന്നാണ്ടാ, സൂപ്പർ, അടിപൊളി. ഈ മീനിൻ്റെ പേരെന്തോ നോക്കളെ? പേരെന്തോ നോക്കാം അതിൻ്റെ പേര്? இந்த மீன் பேர் வராலா? ആറല്ല. ഇങ്ങ തരാ. കാരണം ആ പിള്ളേർ ഇവിടെ നിന്ന് പിടിച്ച മീനാണ്. അയ്യോ, അപ്പോൾ ഒരു ചത്ത ബട്ടർഫ്ലൈ കിടപ്പുണ്ട് വഴിയിൽ. പോട്ടെ, അതിനും ഒരു ഭംഗിയുണ്ടേ. ഒന്ന് കാണി മക്കളെ, മീൻ പിടിച്ച മീൻ. നീന്തി വാടാ, കാണിക്കടാ, കാട്ടിക്കൂടെ. ഇங்கே வாலே வா செல்லா, வா கண்ணா வா, காட்டித்தா அந்த மீனை வந்து காட்டி தருமா? തുമ്പിയുണ്ടോ? നല്ല റോസ് തുമ്പിയൊക്കെ പറക്കുന്നുണ്ട്, കണ്ടുകൂടാ. പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ച് പൈസ കിട്ടിയോടെ കുറച്ചും കൂടെ ക്ലാരിറ്റിയുള്ള ക്യാമറ വാങ്ങാനേ. അതേണ്ട നമ്മളെ പിള്ളേർ മീൻ പിടിച്ചോണ്ട് വന്നാണ്ടാ, സൂപ്പർ, അടിപൊളി. ഈ മീനിൻ്റെ പേരെന്തോ നോക്കളെ? പേരെന്തോ നോക്കാം അതിൻ്റെ പേര്? இந்த மீன் பேர் வராலா? ആറല്ല. ഇങ്ങ തരാ. കാരണം ആ പിള്ളേർ ഇവിടെ നിന്ന് പിടിച്ച മീനാണ്. അപ്പം ഇതാണ് പേച്ചിപ്പാറ ജംഗ്ഷൻ, ഡാമിൻ്റെ ജംഗ്ഷൻ. അപ്പോൾ അവിടെ ഇരുന്ന് അവിടെ ചായക്കടയുണ്ട്, ഊണൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ സെറ്റപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പായിട്ടാണ്, ബസ് സ്റ്റോപ്പാണ്. നേരിട്ട് ഒരു ബസ് പറഞ്ഞു. യാ, ബസ് വളച്ച് നല്ല രസമുണ്ട്, കാണാൻ കൊള്ളാം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അവിടെ പാർക്ക് ചെയ്യണം, നല്ല സ്റ്റൈലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാണിക്ക വഞ്ചി ഇരിപ്പുണ്ട് ആലിൻ്റെ മൂട്ടിൽ. അപ്പോൾ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ, കൊള്ളാം. സീസൺ അല്ലെങ്കിലും വരുമ്പം അടിപൊളിയാണ്. ചായക്കടയിൽ നമുക്ക് ചായ കുടിക്കാം, നമ്മുടെ നാടൻ ചായ. ഇവിടെ എല്ലാം ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം നല്ല വിറകെടുപ്പാണ്. നല്ല നാടൻ സ്റ്റൈലിൽ ചായ കുടിക്കാം. യുദ്ധം വന്നപ്പം ഇതാണ് നാടൻ ചായ കുടി. കാരണം ഒരു പേരെന്നാ? മലയാളി എന്നാ? രാമയ്യൻ. മലയാളിയാ? തമിഴ്, ഹാഫ് മലയാളി. നാടൻ ചായ, ലൈറ്റ് വിത്തൗട്ട്. മതി കുറച്ച് മതി.
ഇതാണ് തമിഴ് വേണ്ട നമ്മുടെ തമിഴ് സ്റ്റൈലിലെ ചായ ഇതാണ്. ലൈറ്റ് വിത്തൗട്ടാണ് നമ്മുടെ ബ്രാൻഡ്. അപ്പോൾ നമ്മുടെ കാരണം ഒരു ചായ അടിക്കുന്നു. യെസ് 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 ലൈറ്റ് വിത്തൗട്ട്. യെസ്. അടുത്ത ബസ് വന്നു. ഇനിയിപ്പം ആൾക്കാരെ തിരക്ക് കൂടും. ഇപ്പോൾ സമയത്രയായി? 3:30 ഏട്ടാ. ഇനിയിപ്പം അതാ ശരിക്കും വിചാരിച്ച പോലെ അല്ല. നല്ല ആണ്ടെ ബസ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അവിടെ നിന്നൊന്നും പാഞ്ഞു കയറണം. ഇതാ വേണ്ട. ആദ്യം എന്തോ ഒരു പുച്ഛം പോലെ തോന്നി. പക്ഷേ സംഗതി വിചാരിച്ച പോലെ അല്ല. ഈവനിങ് ആയപ്പം ആൾക്കാരും നാട്ടുകാരൊക്കെ കൂടി തുടങ്ങി. ഒരു ഗ്രാമം അല്ലേ, ഒരു ഗ്രാമാന്തരീക്ഷം. അടിപൊളി സ്ഥലം. വണ്ടി മാറ്റിക്കോണം അല്ലേ? അപ്പോൾ ഇത് സുനിൽ, അത് സാങ്കുട്ടി, നമ്മളെ സ്ഥിരം സഞ്ചാരത്തിലെ സ്ഥിരം പാർട്ട്നേഴ്സാണ്. അപ്പോൾ ചായ കുടിച്ചിട്ടാകല്ലേ. തിരുവനന്തപുരത്തേക്ക് കാരണം മാർത്താണ്ഡം ടു തിരുവനന്തപുരം ഡയറക്റ്റ് ബസ്സുണ്ട് പേച്ചിപ്പാറ ഡാമിൽ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട്. കണ്ട, നമ്മൾ വിചാരിച്ച പോലെ തീരെ മോശം സ്ഥലമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ബോർഡറിലായതുകൊണ്ട് ആദ്യം ഒരു പുച്ഛം തോന്നിയതാണ്. അത് എൻ്റെ കുഴപ്പമാണ്, ഇവിടുത്തെ കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് ഡാമിൽ നിന്ന് പറഞ്ഞ വെള്ളം ഇതുവഴി കൃഷിക്കായിട്ട് ഉപയോഗിക്കും. പക്ഷേ ഏറ്റവും പരാജയമുള്ളൂ, വെള്ളമില്ല. അപ്പോൾ വേനൽക്കാലമില്ലേ. ഇവിടെ കപ്പയും മീനും കൂടെ ഉണ്ടോ? ഹിന്ദി നാട് കനി ട്രൈബൽ വിമൻസ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതെൻ്റെ ഇവിടെ എന്താ കപ്പയും മീൻകറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ കപ്പയും മീൻകറി കഴിക്കാം. അവർ കുക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ വന്നാൽ കപ്പ മീൻകറി എടുക്കാമല്ലേ? ഇത് എന്തോ മീൻ? ഇത് സിസിലോപ്പിയ. ഫ്രൈ ചെയ്യും അല്ലേ? ഫ്രൈ. കപ്പയും മീനും അല്ലേ? എത്ര രൂപ? 100 രൂപ അല്ലേ? നടക്കട്ടെ. ഇതൊരു ചാനലാണ്, അപ്പോൾ ആൾക്കാർ അറിഞ്ഞു വരട്ടെ അല്ലേ? ഇത് നിങ്ങൾ പിടിക്കണത് അത് കൊണ്ടുവരുമോ? നിങ്ങൾ കൊണ്ടുവരും അല്ലേ? ചേട്ടൻ നല്ല സ്റ്റൈലായിട്ട് അതിനൊക്കെ ചിലതൊക്കെ മാറ്റി നല്ല സ്റ്റൈലായിട്ട് കുക്ക് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പേച്ചിപ്പാറ വരുമ്പോൾ ഇതാ ഈ ചേട്ടൻ്റെ കടയിൽ കയറി കപ്പയും മീൻ മേടിക്കുക. കപ്പയും മീനും കൂടെ 100 രൂപ അല്ലേ? 100 രൂപയുള്ളൂ. അതെ, പേച്ചിപ്പാറ വന്നാൽ കപ്പയും മീൻ കഴിക്കാമല്ലോ. ചൂട് കപ്പ മീൻ. ആഹാ, അങ്ങനെ തീർച്ചയായും. പിന്നെന്ത്? ഇത് ഇഫക്റ്റ് ന്യൂസ്. ഇഫക്റ്റ് ന്യൂസ് തിരുവനന്തപുരം. കേരള ഇല്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരില്ല. ബസ് കിടക്കല്ലേ? തിരുവനന്തപുരം ബസ്സൊക്കെ ഉണ്ടല്ലോ. 5:10 ബസ്സുണ്ട്. ബസ് പറഞ്ഞാൽ ദിവസം. അത് കഴിഞ്ഞ് രാവിലെ 10:10 ബസ്. 5:10 10:10 ഇതാ വരുമ്പോഴാണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത് 4:10. ഇന്ന് അവിടുന്ന് ഇവിടുന്ന് രാത്രി 9:40 തിരുവനന്തപുരം ബസ്സല്ല. തിരുവനന്തപുരത്ത് ഇവിടുന്ന് ലാസ്റ്റ് ബസ് തിരുവട്ടാർ. ഇവിടുന്ന് 4 ട്രിപ്പ് തിരുവനന്തപുരം. രാവിലെ 5:10, 5:10, അടുത്ത് 4:10. അടുത്ത് അവിടുന്ന് വരുന്നത് ബസ് ലാസ്റ്റ് ഇവിടുന്ന് പോകില്ല. തിരുവട്ടാർ ഡിപ്പോയാണ്. തിരുവട്ടാർ ഡിപ്പോയിൽ നിന്ന് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് രാവിലെ ഇവിടെ വരും 4:45 വന്ന് 5:10. എളുപ്പം. മക്കൾക്ക് നല്ല സൗകര്യവും കാര്യവും എല്ലാം നല്ല ഭംഗിയായിരിക്കും. സാറിൻ്റെ എൻ്റെ പേര് ദാനിയൽ. എൻ്റെ പേര് എനിക്ക് തിരുവനന്തപുരമാണ്. ഹോസ്റ്റൽസ് കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട്.
ഞാൻ ഇവിടെ വന്ന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജോലി നോക്കുന്നു. ആ വർക്കാണ്. എന്നിട്ട് എൻ്റെ വീടാണ്, എൻ്റെ കടയാണ്. ഇല്ല എനിക്ക് ഇത് എൻ്റെ കടയാണ്, ഇതെൻ്റെ കട. ഇതെല്ലാം കട. ഇത് ഞാൻ ചുമ്മാ എനിക്ക് ടൈം പാസ്. ഒരു വർഷം ആയില്ല റിട്ടയർഡായി എന്നിട്ടിരിക്കുന്നു. എനിക്ക് ഇത് ഓപ്ഷൻസ് കോളേജിൻ്റെ അടുത്ത് ഒരു വീടുണ്ട്, കാര്യമുണ്ട്. അതിൽപ്പെട്ട് എയർപോർട്ടിൻ്റെ ഇത് എയർപോർട്ട്, ഇത് എൻ്റെ വീട്. അങ്ങനെയാണ്. ഇല്ല സാറേ, ഇതൊക്കെ ரொம்ப നല്ല കാര്യങ്ങളാണ്. ഇതെല്ലാം എടുത്ത് വലിയ 4 ട്രിപ്പ്. സാറേ ഒരു നാൾ വരി ഞാൻ കൊണ്ട് നിങ്ങൾ എല്ലാ മലയിൽ വന്നിട്ട് നിറയെ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. ബോട്ടിങ് പോയിട്ട് അവിടെ വെച്ച് കഴിച്ചിട്ട് അങ്ങനെ കറങ്ങി വരുമ്പോൾ ഏകപ്പെട്ട മലമക്കൾ പാവങ്ങൾ. അതൊക്കെ ചുമ്മാ സാറേ, നമ്മൾ പോയാൽ ഇല്ല കയറ്റി വിടും. നമ്മളവിടെ പോയി എന്ത് കഴിക്കാൻ പോകണം? സാർ ഒരു നാൾ സാർ തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? ആ ശരി ശരി സാർ. ആ ശരി ശരി. ആ പാളയം. ഞാൻ ഈ പാളയം നമുക്ക് വലിയ ഡിഫറൻസ് ഇല്ല, പാളയം തിരുവനന്തപുരത്തായിട്ട്. സാറ് വരി, നമുക്കൊരു നാൾ പോവാം. ഇപ്പിളിക്കാൻ സാർ കണ്ട സാർ വന്ന ക്രിസ്തുരാജ സ്റ്റോറിൽ സാർ വന്നാൽ മതി. സാർ വന്നിട്ട് എന്നെ ഫോൺ വാങ്ങി കാൾ ചെയ്തോളി. ഞാൻ നിങ്ങളെ കമ്മിറ്റ്മെന്റ് ചെയ്ത് നിങ്ങളെ വിളിച്ച്. ചിലപ്പോൾ ഈ ആൾക്കാർക്ക് സാർ നിറയെ ആൾക്കാരെ കാണുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ഇല്ല 2 നമ്പറുണ്ട്. ആ പറഞ്ഞ എടുത്തിട്ടുണ്ട്. അറിയാന്നുള്ള നമ്പർ ഇപ്പൊ പറയും. അത് പറഞ്ഞാൽ കിട്ടൂല. പിന്നെന്ത് 03 29 84 57. ആ ഈ നമ്പറിൽ കിട്ടിയാൽ കിട്ടും, മറ്റേ നമ്പറിൽ കിട്ടൂല. ഇവിടെ വെച്ച് ജിയോ ഇല്ല. ജിയോ നമ്പറുണ്ട്. കുറേ സ്ഥലത്തോടെ റേഞ്ച് തീർന്ന്. അതാണ് എൻ്റെ വലിയ കാര്യം. 99% എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും സാറിന് എന്തുവാണെങ്കിൽ. ഇതുവഴി കാണുന്ന എല്ലാ ചാനലിലെ ആൾക്കാരും സാറിനെ വിളിക്കും. ഓക്കെ താങ്ക് യു. ഓക്കെ യാത്രകൾ അവസാനിക്കുന്നില്ല. നമുക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാം. മറ്റൊരു യാത്രാവിശേഷമായി വേഗം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.